എപ്പിസോഡിന്റെ തുടക്കം തന്നെ കാണിക്കുന്നത് 2005 ആ ഒരു ടൈമാണ്. ആൻഡ് ഇവിടെ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഒരു കാറിൽ കുറച്ച് ചെറുപ്പക്കാരിങ്ങനെ പോവാണ്. അപ്പൊ കാറിൽ ആ റേഡിയോയിലാണെങ്കിൽ ഈ കള്ളക്കടത്ത് അതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ഈ വണ്ടിയിൽ ആരെന്ന് വെച്ചാൽ ഈ വണ്ടി ഓടിക്കുന്നത് നമ്മുടെ ദുർമന്ത്രവാദി ഉണ്ടല്ലോ പുള്ളിയാണ്. ഈ ടൈമിൽ പുള്ളി ദുർമന്ത്രവാദി അല്ല, എങ്ങനെയാണ് അതിലേക്ക് വന്നത് എന്നുള്ളൊരു ഫ്ലാഷ് ബാക്ക് ആണ് ഇതിൽ കാണിക്കുന്നത്. ആൻഡ് ഈ വണ്ടിയിലുള്ള ബാക്കി ആൾക്കാർ ഈ പുള്ളിനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ലാസ്റ്റ് പുള്ളിയാണെങ്കിൽ വണ്ടി ഒരു സൈഡിൽ ഇങ്ങനെ നിർത്തിയിട്ട് എനിക്കൊന്ന് ഒന്നിന് പോകണം, നിങ്ങൾ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. ആ ടൈമിൽ പോലും ഈ കൂട്ടുകാരാണെന്ന് അറിയില്ല, വണ്ടിയിൽ ഇരിക്കുന്നവർ കളിയാക്കുന്നുണ്ട്. ആൻഡ് ഈ വണ്ടിയിൽ ഇരിക്കുന്നവരാണെങ്കിൽ കള്ളെല്ലാം കുടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ പുള്ളി മാറി ഇന്ന് കാര്യം സാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വണ്ടി വന്ന് ഇവരുടെ വണ്ടിക്ക് കുറുകെ നിർത്തിയിട്ട് ഈ വണ്ടിയിലുള്ള ആൾക്കാരെ മുഴുവനും മറ്റേ വണ്ടിയിൽ നിന്ന് വന്ന ഗുണ്ടകൾ പോലത്തെ ആൾക്കാരെ വെടി വെച്ച് കൊല്ലുവാണ്. ഇതെല്ലാം നമ്മുടെ ദുർമന്ത്രവാദി ഒളിച്ചിരുന്ന് കാണുന്നുണ്ട്. ആൻഡ് പെട്ടെന്ന് ഒരു കൊലപാതകം മുന്നേ കണ്ട ടെൻഷനിൽ പുള്ളി എഴുന്നേറ്റ് ഓടുന്നുണ്ട്. അപ്പോൾ ഈ ഗുണ്ടകൾ പോയിട്ട് പുള്ളിനെ പിടിക്കുന്നുമുണ്ട്. ആൻഡ് ഈ കൊന്ന ആൾക്കാരുണ്ടല്ലോ, മരിച്ചു കിടക്കുന്നത്, അവരെ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് നമ്മുടെ ദുർമന്ത്രവാദിനോട് ഒരു കുഴി എടുക്കാൻ പറയുന്നുണ്ട്. ആൻഡ് ഈ പുള്ളി പേടിച്ച് കുഴി എടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ദുർമന്ത്രവാദിക്ക് മനസ്സിലായി എങ്ങനെയാണെങ്കിലും ഇത് കഴിഞ്ഞ പാടെ ഇവർ തന്നെ കൊല്ലും, സോ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലിരിക്കുന്ന തൂമ്പ, അതായത് നമ്മൾ കിളക്കുന്ന സാധനം ഉണ്ടല്ലോ, അതെടുത്തിട്ട് അതിലൊരു ഗുണ്ടയെ തല്ലി അങ്ങ് കൊല്ലുവാണ്. ആൻഡ് അയാളുടെ അടുത്തിട്ട് തോക്ക് കൊടുത്തിട്ട് ഒളിച്ചിരിക്കുവാണ്. മറ്റേ ഗുണ്ടയാണെങ്കിൽ ഇവനെ കണ്ടുപിടിക്കാൻ ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മുടെ ദുർമന്ത്രവാദി പെട്ടെന്ന് ആ തോക്ക് എടുത്തിട്ട് അയാളെ വെടിവെച്ച് കൊല്ലുവാണ്. മരിച്ചു എന്ന് അറിഞ്ഞിട്ടും അയാളിലേക്ക് പിന്നെയും വെടിവെക്കുവാണ്. അതായത് ലൈഫിൽ ആദ്യമായിട്ട് നേരിട്ടൊരു മരണം കണ്ടു, കൊലപാതകം കണ്ടു, ഓൾസോ രണ്ടുപേരെ കൊന്നു. ആ ഒരു കുറ്റബോധത്തിൽ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുന്ന നമ്മുടെ ദുർമന്ത്രവാദിനെ കാണിച്ചുകൊണ്ട് ആ സീൻ അവിടെ കട്ട് ചെയ്യുവാണ്. അവിടുന്ന് നേരെ നമ്മളെ പ്രസന്റിലുള്ള ദുർമന്ത്രവാദിനെ കാണിക്കുവാണ്. ആൻഡ് ഈ ദുർമന്ത്രവാദി നിൽക്കുന്ന എവിടെയാന്ന് വെച്ചാൽ മറ്റേ ഒരു ശക്തി ഉണ്ടല്ലോ അവർ പിടിക്കാൻ നോക്കിയ കൊയിലോങ്, അങ്ങനെ എന്തോ ആണ് എൻ്റെ പ്രൊനൗൺസിയേഷൻ. ഇവരെ ലോർഡ് വാരിയർ എന്നാണ് വിളിക്കുന്നത്. സോ അതിന് മുമ്പ് ഇന്ന് പ്രാർത്ഥിക്കുവാണ്, ഇനി മുന്നോട്ട് വരുന്ന കോൺസിക്വൻസസ് എല്ലാം തരണം ചെയ്യാനുള്ള ശക്തി എനിക്ക് തരണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദുർമന്ത്രവാദി അവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കാണിക്കുവാണ്. അടുത്ത സീൻ ഒരു ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. നമ്മുടെ നിറൻ ഓൾറെഡി എഴുന്നേറ്റിട്ടുണ്ട്, നമ്മുടെ പീറ്റും അവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഒരു സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. ആ ടൈമിൽ നമ്മുടെ പീറ്റ് ചോദിക്കുന്നുണ്ട് ഇനി എന്താണ് പ്ലാൻ. അപ്പൊ നമ്മുടെ ബുദ്ധിജീവി പറയുന്നുണ്ട് എന്തായാലും ഇതിനെ പിടിക്കണം, അതുകൊണ്ട് ഇനി കറക്റ്റ് സമയം നോക്കിയിട്ട് വേണം പിടിക്കാൻ, വെറുതെ കയറി അതിനെ സീൽ ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അപ്പൊ നമ്മുടെ കള്ളുടെയും മാമൻ പറയുന്നുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിനെ സീൽ ചെയ്ത പാടെ ആ സീൽ ചെയ്ത ഒരു ഇപ്പം ഇതിനെ പിടിച്ചൊരു കൊട്ടക്കകത്തോട്ടായിരിക്കുമല്ലോ ഇടുന്നത്, അല്ലെങ്കിൽ ഒരു ഭരണിക്കകത്തോട്ടായിരിക്കുമല്ലോ കയറ്റുന്നത്, അത് തല്ലി പൊട്ടിച്ച് കളയണം, എന്നാൽ മാത്രമേ ഇത് കറക്റ്റ് ആവത്തുള്ളൂ. പക്ഷെ ഒരിക്കൽ സീൽ ചെയ്ത് പുറത്ത് പോയതായതുകൊണ്ട് അതിന് കുറച്ച് പവർ ഉണ്ടാവും. അപ്പൊ നമ്മൾ കറക്റ്റ് സമയം നോക്കി വേണം അതിനെ പിടിക്കാമെന്ന് പറയുന്നുണ്ട്. ആ കൂടെ നമ്മുടെ ചേച്ചി ഉണ്ടല്ലോ, ചേച്ചി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദുർമന്ത്രവാദിയുടെ ഡേറ്റ് ഓഫ് ബർത്തും സംഭവങ്ങളും എല്ലാം എടുത്ത് നമ്മുടെ നിറന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഇതാണ് അവൻ ജനിച്ച ഡേറ്റ്, ജനിച്ച സമയം. ഇവർ മന്ത്രവാദമല്ല, ഇങ്ങനത്തെ കാര്യം ചെയ്യുന്നതായതുകൊണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ വെച്ചവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. ദെൻ നമ്മുടെ നിറൻ അതിലേക്ക് നോക്കിയിരിക്കുന്നത് കാണിച്ചുകൊണ്ട് ആ സീൻ അവിടെ കട്ട് ചെയ്യുവാണേ. അവിടുന്ന് കട്ട് ചെയ്ത് അടുത്ത നമ്മുടെ മിനിസ്റ്ററിനെയാണ് കാണിക്കുന്നത്. പുള്ളിയാണെങ്കിൽ ഒരു വട്ടമേശ സമ്മേളനം എല്ലാം വിളിച്ചു വരുത്തിയിരിക്കുവാണ്. അപ്പം കൂടെയുള്ള ആൾക്കാർ പറയുന്നുണ്ട് ഇതൊന്നും ഇനി നമ്മുടെ കയ്യിലല്ല, നമുക്കിനി ബാക്ക് ഓഫ്, അതായത് മിനിസ്റ്റർ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാണ്ട് നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആൾക്കാരെല്ലാം അങ്ങനെ തന്നെ നിൽക്കുവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പിടിച്ചു പൂട്ടിയിട്ട് പെട്ടെന്ന് ആ സാധനം പുറത്ത് വന്നപ്പോൾ അതിന്റെ പണി പിന്നെയും തുടങ്ങിയായിരുന്നു. അതുകൊണ്ട് എല്ലാം ഇവർക്കെതിരായി. ഈ മിനിസ്റ്ററും അത്ര നല്ല ആളൊന്നും അല്ല കേട്ടോ, പൈസ 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 അല്ലെങ്കിൽ അങ്ങനെ ഒരു കുറെ അഴിമതി ഇയാളും ചെയ്തിട്ടുണ്ട്. ദെൻ ഇയാൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് കട്ട് ചെയ്ത് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ മിനിസ്റ്ററിന്റെ അനിയനെയാണ്. ആൻഡ് ഈ പുള്ളിയാണെങ്കിൽ മിനിസ്റ്റർ ഇവിടെ ചെയ്യുന്ന പോലെ തന്നെ അപ്പുറത്തെ ഒരു വട്ടമേശ സമ്മേളനം തന്നെയാണ്, പക്ഷെ ഒരുപാട് ആൾക്കാരൊന്നുമില്ല. ആൻഡ് ഇയാൾ പറയുന്നുണ്ട് നിങ്ങൾ ഇന്നത്തോടെ പ്രൊട്ടസ്റ്റ് നിർത്തിക്കോ, കാരണം മിനിസ്റ്റർ എന്താണ് ബാക്കിലേക്ക്, അതായത് അവന്റെ രാജി വെക്കാം അല്ലെങ്കിൽ ബാക്കിലേക്ക് പോകാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ എല്ലാവരും പ്രൊട്ടസ്റ്റ് നിർത്തിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ആ കൂടെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ഈ മിനിസ്റ്ററിന്റെ അനിയൻ, അതായത് നമ്മുടെ ഈ വില്ലൻ ചോര ശബ്ദിക്കുകയാണ്. അപ്പോൾ ഇയാൾക്കിങ്ങനെ ഡൗട്ട് തോന്നി ഇതെന്താ സംഭവം എന്ന്. പെട്ടെന്ന് പൈപ്പ് തുറന്നു വിട്ട പോലെ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ തുപ്പാണ്. ബ്ലഡ് എന്ന് പറഞ്ഞാൽ നോർമൽ ബ്ലഡ് അല്ല, ബ്ലാക്ക് കളറുള്ള ബ്ലഡാണ്. ഇയാളിങ്ങനെ വായിലിങ്ങനെ പമ്പ് ചെയ്യുവാണ് ബ്ലഡ്. അങ്ങനെ ഇയാള് ചുമച്ച് അവിടെ വീണ് മരിക്കുവാണ്. ആ ടൈമിൽ ഇവരെല്ലാം ഇങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുവാണ് ആ കസാലയിലുള്ളവര്. അപ്പൊ നമ്മുടെ ദുർമന്ത്രവാദിനെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ദുർമന്ത്രവാദി പറയുന്നുണ്ട് ഇത് എന്റെ ബിസിനസ് അല്ല, അതായത് നിങ്ങൾ ഇങ്ങനെ വീട് കിടക്കുന്നത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല, ഓൾസോ നിങ്ങൾ ആരും എന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്ന്. ആ ടൈമിലാണ് അവർ നോക്കുന്നത്. അപ്പൊ അവരുടെയൊക്കെ ഫുഡിന്റെ അവിടെ എന്തോ ഒരു സാധനം, ഒരു മന്ത്രക്കടലാസ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനർത്ഥം അവരെല്ലാം ഇപ്പൊ തന്നെ മരിക്കും എന്നാണ്. ദെൻ നമ്മുടെ ഈ ഒരു ദുർമന്ത്രവാദി പറയുന്നുണ്ട് ഒരിക്കലും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള പവർ മനുഷ്യനുള്ളതല്ല, അതായത് ഇത് ചെയ്തതെല്ലാം ഇവനാണെന്നാണ് അതിനർത്ഥം. അത് ആർക്ക് വേണ്ടിയാന്ന് വെച്ചാൽ മറ്റേ ലോർഡ് വാരിയർ ഉണ്ടല്ലോ, അതിനു വേണ്ടിയിട്ടാണ് ചെയ്തത്. ദെൻ അവിടുന്ന് സീൻ കട്ട് ചെയ്യുവാണ്. ഇവിടുന്ന് അടുത്തായിട്ട് നമ്മളെ കാണുന്നത് അഗാധതയിലേക്ക് നോക്കിയിരിക്കുന്ന നമ്മുടെ മിനിസ്റ്ററിനെയാണ്. ആ ടൈമിൽ നമ്മുടെ മിനിസ്റ്റർക്ക് ഒരു കോൾ വരുന്നുണ്ട്. കോൾ ആരാന്ന് വെച്ചാൽ നമ്മുടെ ദുർമന്ത്രവാദിയാണ്. എന്നിട്ട് വിളിച്ചിട്ട് പറയുന്നുണ്ട് വില്ലൻ ഇനി നിങ്ങൾക്കൊരു വിലങ്ങുതടിയായിട്ട് വരില്ല, അവന്റെ കാര്യത്തിലൊരു തീരുമാനമായി. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലോർഡ് വാരിയറിന് വേണ്ടിയിട്ട് സേവ് ചെയ്യണം, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ട് സേവ് അല്ല സെർവ് ചെയ്യണം എന്ന് പറയുന്നു.
ആൻഡ് ആ ടൈമിൽ നമ്മുടെ മിനിസ്റ്റർക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇത്രയും നാൾ പ്രശ്നമായിട്ട് വന്നുകൊണ്ടിരുന്ന അയാളായിരുന്നു, അയാളുടെ വിചാരം അയാൾക്ക് വിൻഡിനെയും അതിന്റെ നേച്ചറിനെയും കൺട്രോൾ ചെയ്യാമെന്നായിരുന്നു, പക്ഷെ ആ വിൻഡും നേച്ചറും തന്നെ അയാളെ കൊന്നു കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. ആൻഡ് പറയുന്നു, നിങ്ങള് ഇപ്പം ഇയാള് ഇപ്പൊ നമ്മുടെ ഈ മിനിസ്റ്റർ ആണെങ്കിലും നമ്മുടെ ചേച്ചീന്റെ ഒക്കെ കൂടെ ആണല്ലോ, അതായത് ആ ഒരു യാവോ എന്ന് പറയുന്ന സാധനത്തെ പിടിച്ചിട്ട് അത് ഇയാൾക്ക് കൊണ്ട് കൊടുക്കാനായിരുന്നു ഇയാളുടെ കളി ഉണ്ടായിരുന്നത്. ഇയാളും ആ ഒരു ബലത്തിലാണ് നിൽക്കുന്നത്. അതിനെയെല്ലാം വിട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ശക്തിയും പവറും എല്ലാം ഈ ഒരു ലോർഡ് വാരിയറിന് കാഴ്ചവെച്ചാൽ അയാൾ നിങ്ങളെ നല്ല രീതിയിൽ കൊണ്ടുപോകും. ഇപ്പൊ ഈ നാടിന്റെ ഫുൾ പവറും അയാളുടെ കയ്യിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദുർമന്ത്രവാദി അങ്ങ് മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ദെൻ ഇവിടെ കട്ട് ചെയ്ത് നമ്മളെ കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ്. നമ്മുടെ നിറനാണെങ്കിൽ ന്യൂസ് എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവാണ്. ആ ടൈമിൽ നമ്മുടെ പീറ്റ് വേഗം കയറി വന്ന് ന്യൂസ് ഓഫ് ആക്കിയിട്ട് പറഞ്ഞു, ഇതാ ഇത് കണ്ടുകൊണ്ടിരിക്കാതെ, ഇത് കണ്ടാൽ മനസ്സൊന്നും കൂടെ ഇങ്ങനെ പ്രാന്താവത്തേ ഉള്ളൂ, അത് കാണണ്ടെന്ന് പറയുന്നു. ആ ടൈമിൽ നമ്മൾ നിറം പറയുന്നുണ്ട്, നിന്റെ വീട് നിന്ന് കത്തി തീ പിടിക്കാമെന്ന് വിചാരിച്ചോ, നീ ഇങ്ങനെ വെറുതെ ഇരിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പീറ്റ് പറയുന്നുണ്ട്, എന്റെ വീടിന്റെ കൺമുമ്പിൽ കിടന്ന് കത്തുവാണെങ്കിൽ എന്റെ ബ്രെയിൻ അത് ഓട്ടോമാറ്റിക്കലി എന്താ ചെയ്യേണ്ടത് എന്ന് എനിക്ക് പറഞ്ഞു തരും. ഇപ്പൊ എന്റെ ബ്രെയിൻ എനിക്കൊന്നും പറഞ്ഞു തരുന്നില്ല. അതിനർത്ഥം എന്താ, വീട് കത്തുവല്ല, നീ ഇതൊക്കെ വിട്, നമുക്ക് ഒന്ന് മൈൻഡ് സെറ്റ് ആവും, പുറത്ത് പോയി കറങ്ങിയിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ നിറം പറയുന്നുണ്ട്, ഞാൻ ദുർമന്ത്രവാദി അയാളുടെ കണ്ണിൽ പെടാതെ ഒളിച്ചു നടക്കുവാണ്, സോ ഇപ്പൊ പുറത്തു പോയാൽ അത് ശരിയാവൂല എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ പീറ്റ് പറയുന്നുണ്ട്, സമയം 10 മണി കഴിഞ്ഞു, അയാളൊക്കെ പണ്ടേക്ക് കിടന്ന് ഉറങ്ങിക്കാണും, ബാ നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം, എൻ്റെ കൂടെയല്ലേ വരുന്നത്, നമുക്ക് സ്പീഡിൽ പോയി ദാ വന്നു എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫ്രഷ് എയർ ഒക്കെ കൊണ്ടുവരാമെന്ന് പറയുന്നു. അങ്ങനെ അവിടെ നിന്ന് അവർ നേരെ നമ്മുടെ പീറ്റിന്റെ മയിൽവാഹനം, അതായത് പീറ്റിന്റെ സ്കൂട്ടിയിൽ കയറിയിട്ട് ഇവരിങ്ങനെ പോവാണ്. പീറ്റ് നല്ല സ്പീഡിലാണ് ഓടിക്കുന്നത്. അതിന് നിറം പറയുന്നുണ്ട്, കുറച്ച് സ്പീഡ് കുറയ്ക്കെന്ന് പറയുമ്പോൾ പീറ്റ് പറയുന്നത് സ്പീഡ് കുറച്ചാൽ ആ ഒരു ത്രില്ല് ഉണ്ടാവില്ല എന്ന്. അങ്ങനെ ലൈഫിൽ ഫസ്റ്റ് ടൈം എന്ന പോലെ നിറന് ഭയങ്കരമായിട്ടൊരു ഫ്രഷ് എയർ ശ്വസിച്ച പോലെ നമ്മൾ നിറഞ്ഞു തോന്നുവാണ്. ആ നിറൻ എങ്ങനെ ആസ്വദിച്ചിരിക്കുവാണ്, അതായത് നൈറ്റ് ഡ്രൈവ് ആവാൻ വല്ലാണ്ട് അങ്ങ് എൻജോയ് ചെയ്തങ്ങ് പോവാണ്. ആൻഡ് അവിടെ സീൻ കട്ട് ചെയ്യുവാണേ. ഇവിടുന്ന് കാണിക്കുന്ന നമ്മുടെ നിറനാണെങ്കിൽ തിരിച്ച് ഹോസ്പിറ്റലിൽ വന്ന് അവിടെ ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുവാണ്. ദെൻ ആ ടൈമിൽ ഇവൻ പെട്ടെന്ന് ഒരു സ്ഥലത്ത് എത്തുവാണ്, അതായത് ധ്യാനത്തിൽ ഇരുന്നിട്ടൊരു സ്ഥലത്തേക്ക് എത്തുവാണ്. അപ്പൊ ഇവന്റെ തൊട്ട് മുമ്പിൽ ആരെന്ന് വെച്ചാൽ ഇവന്റെ മരിച്ചുപോയ മുത്തശ്ശനായിരുന്നു. ആ ടൈമിൽ നിറം ചോദിക്കുന്നുണ്ട്, ഇത്രയും നാൾ മുത്തശ്ശൻ വരാഞ്ഞിട്ട് ഇപ്പൊ എന്താണ് വന്നതെന്ന്. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാൻ എവിടെയും പോയിട്ടില്ല, ഞാൻ ഈ നേച്ചറിൽ തന്നെ ഉണ്ടായിരുന്നു, നിനക്ക് ഇപ്പോഴാണ് എന്നെ കാണാൻ പറ്റിയത്, അതിനർത്ഥം എന്താണെന്ന് നിനക്ക് മനസ്സിലായി കാണുമല്ലോ, ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നിറൻ പറയുന്നുണ്ട്, ഇല്ല എനിക്കിനി ഒന്നും ചോദിക്കാനില്ല, എനിക്ക് ഉത്തരം കിട്ടിയെന്ന്. സംഭവം എന്താണെന്ന് വെച്ചാൽ മൂന്ന് പറയുന്ന ആൾക്കാരെ നേച്ചറിനെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരാണ്, അതായത് നേച്ചർ അവരെ കൺട്രോൾ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്ന ആൾക്കാരാണ്. സോ നേച്ചറിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഫീൽ ചെയ്യുന്നത് മൂന്ന് പറയുന്ന ഒരു കാറ്റഗറി ആൾക്കാർക്കായിരിക്കും. അതിനർത്ഥം ഇപ്പോൾ നമ്മുടെ നിറൻ ആരായി, കറക്റ്റ് പെർഫെക്റ്റ് ഒരു മൂവായി മാറിയിട്ടുണ്ടെന്ന്. അങ്ങനെ നേരെ നിറം നമ്മുടെ തിരിച്ചു വരുന്നു, അതായത് അവന്റെ ധ്യാനം എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്നു. അവിടുന്ന് നിറം നേരെ എഴുന്നേറ്റ് പോകുന്നത് ഹോസ്പിറ്റലിന്റെ ടെറസിലേക്കാണ്. ആ ടൈമിൽ പെട്ടെന്ന് നമ്മുടെ പീറ്റ് ഓടി വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താ റൂമിലിരിക്കാണ്ട് പുറത്ത് വന്നിരിക്കുന്നതെന്ന്. അപ്പൊ നിറം പറയുന്നുണ്ട്, ഞാൻ ഈ ഒളിച്ചിരുന്ന് മടുത്തു, ഇനി അയാൾ കാണുവാണ്, ദുർബന്ധവാദി കാണുവാണെങ്കിൽ കണ്ടോട്ടെ, എത്ര നാളെന്ന് വെച്ചാൽ ഒളിച്ചിരിക്കുന്നത്, എനിക്കിപ്പോൾ മനസ്സിലായി ഞാൻ ആരാണെന്ന്. സോ ഞാൻ എന്താണെന്ന് തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ആൻഡ് ഓൾസോ നമ്മുടെ പീറ്റിനോട് പറയുന്നുണ്ട്, കൂടെ നിന്നതിന് നന്ദിയൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ പീറ്റും ഇങ്ങനെ സംസാരിച്ചിട്ട് ഇങ്ങനെ നൈസായിട്ട് ചോദിക്കുന്നുണ്ട്. അതായത് പീറ്റിന് ഇങ്ങനെ കുറച്ച് ഫ്ലാഷ് ബാക്ക് ഓർമ്മ വരുന്നു, അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ കെട്ടിപ്പിടിച്ചതെന്ന് പട്ടിമൂങ്ങുന്നതൊക്കെ മോങ്ങിയായിരുന്നല്ലോ, നീ മാത്രമേ ഉള്ളൂ, എനിക്ക് നിന്നെ വേണം, നിന്നെ ഇട്ടിട്ട് പോകരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബ്രൊമാൻസ് എന്നും പറഞ്ഞുകൊണ്ട് ഫുള്ളും ഇതിനകത്ത് റൊമാൻസാണ് അവർ കാഴ്ചവെക്കുന്നത്. എന്നിട്ട് അവരതിന് ബ്രൊമാൻസ് എന്നൊരു പേര് വിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പീറ്റ് ആ ഒരു ഓർമ്മയിൽ നിറനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നിറം പറയുന്നുണ്ട്, എനിക്ക് അന്ന് അവിടെ നടന്ന കാര്യങ്ങളൊന്നും ഓർമ്മ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ പീറ്റിന്റെ മുഖം ഒന്ന് വാടുന്നുണ്ട്. ആ ടൈമിൽ തന്നെ നമ്മുടെ നിറം പറയുന്നുണ്ട്, എനിക്ക് കറക്റ്റ് ഡയലോഗും കാര്യങ്ങളും ഒന്നും ഓർമ്മയില്ലെങ്കിലും ആ സമയത്ത് എനിക്ക് എങ്ങനെയാണോ അത് ഫീൽ ചെയ്തത് ആ ഫീലിംഗ് എനിക്ക് കിട്ടുന്നുണ്ടെന്ന് പറയുന്നു. ആ ടൈമിൽ നമ്മുടെ പീറ്റിന്റെ ഒരു ചിരിയൊക്കെ വരുന്നുണ്ട്, ചിരി നാണോ എല്ലാം വരുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ എവിടുന്ന് വന്നിട്ട് മരഭൂതമേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നോക്കാൻ ഒരാളെ അവിടെ ഇട്ട് തന്നേക്കുവാണ്. ആരാന്ന് വെച്ചാൽ ഒരു കാക്കയാണ്. ഈ കാക്ക ആരാന്ന് വെച്ചാൽ നമ്മുടെ ദുർമന്ത്രവാദിയാണ്, പുള്ളിയുടെ ഹംസമാണ് ഈ കാക്ക, പുള്ളിക്ക് എല്ലാ വിവരം എത്തിച്ചു കൊടുക്കുന്ന ആളാണ് ഈ കാക്ക. ഈ കാക്കയുടെ കണ്ണിലൂടെ നമ്മുടെ ദുർമന്ത്രവാദി നമ്മുടെ നിറനെ കാണുവാണ്. ആൻഡ് പുള്ളി, നിറൻ നീ ഇതെങ്ങനെടാ തിരിച്ചു വന്ന്, നിന്നെ ഞാൻ പറഞ്ഞു വിട്ടതല്ലേ എന്നൊരു രീതിയിൽ പുള്ളി അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ നിറനും പീറ്റും ധൈര്യമായിട്ട് ആ കാക്കേനെ നോക്കി ഒരു അഹങ്കാരത്തോടെ ചിരിക്കുന്നുണ്ട്. ആ കാക്ക അങ്ങ് പറന്നു പോകുന്നുണ്ട്. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കാക്കയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു, ഞാൻ ഇട്ടതല്ല കേട്ടോ, ഓട്ടോമാറ്റിക്കലി കാക്കാന്ന് പറഞ്ഞപ്പോൾ 2-3 സാധനം പറന്നു വന്നാണ്. ഓക്കെ, നമുക്ക് കഥ കണ്ടിന്യൂ ചെയ്യാം. അടുത്ത സീനിൽ നമ്മുടെ നിറനും ദുർമന്ത്രവാദി സംസാരിക്കുവാണ്. ഇവർ സംസാരിക്കുന്നത് എന്നു വെച്ചാൽ അടുത്തടുത്ത് പോയി നിന്നിട്ടല്ല, അവർ അവരുടേതായ സ്ഥലങ്ങളിൽ ഇരുന്നിട്ട് ഇങ്ങനെ ധ്യാനിച്ചിട്ട് അവരുടെ ആത്മാക്കൾ പോയിട്ടാണ് പരസ്പരം സംസാരിക്കുന്നത്. ഇവരെന്താ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ
നമ്മുടെ നിറനാണെങ്കിൽ ഈ ദുർമന്ത്രവാദിനെ പറഞ്ഞ് തിരിപ്പിക്കാൻ നോക്കുകയാണ്. അതായത് നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, നീ ഹെവനെതിരായിട്ടാണ് ചെയ്യുന്നത്, ഇതൊന്നും ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ ദുർമന്ത്രവാദി പറയുന്നുണ്ട്, നീ ഇപ്പോഴും ഈ ഫൂളിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരുന്നോ, ഹെവൻ ആരെയും ഒന്നും രക്ഷിക്കാനൊന്നും പോകുന്നില്ല, അതെല്ലാവരെയും വേസ്റ്റ് ആയിട്ടാണ് കാണുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ നിറൻ പറയുന്നുണ്ട്, നീ പറഞ്ഞത് പക്ഷെ ശരിയായിരിക്കും, അതായത് ഒരിക്കലും ഹെവൻ ഫേവററ്റിസം കാണിക്കില്ല, അതായത് പാർഷ്യാലിറ്റി കാണിക്കില്ല, എല്ലാവരെയും ഒരുപോലെ തന്നെയായിരിക്കും കാണിക്കുക. ഈ ഡെവിള് പോലത്തെ സാധനങ്ങളാണ്, അതായത് അവർക്ക് വേണ്ടി നല്ലത് ചെയ്യുന്നവർക്ക് വേണ്ടി ഇന്ന സാധനം കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നത്. ആ ടൈമിൽ നമ്മുടെ ദുർമന്ത്രവാദിക്കാണെങ്കിൽ പറഞ്ഞു ജയിക്കാൻ പറ്റുന്നില്ല. ഒരു വിധത്തിൽ നോക്കുമ്പോൾ കാര്യങ്ങളെല്ലാം ശരിയാണ്. നമ്മുടെ ദുർമന്ത്രവാദി പറയുന്നുണ്ട്, എനിക്കൊരു കഷ്ടപ്പാട് വന്നപ്പോൾ ഹെവൻ എന്നെ വലിച്ചെറിയുവാണ് ചെയ്തത്, എന്നെ ഒരിക്കലും ഹെൽപ്പ് ചെയ്തില്ല, ഞാനും പണ്ട് ഇതൊക്കെ വിശ്വസിച്ചുകൊണ്ടിരുന്നതാണ്. ഇതെന്താ പറയുന്നത് വെച്ചാൽ നമ്മുടെ ഫസ്റ്റത്തെ ഫ്ലാഷ് ബാക്ക് ആണ്. ആൻഡ് എന്നെ ആ സമയത്ത് രക്ഷിച്ചത് എൻ്റെ ലോഡാണ്. സോ എൻ്റെ ലോഡിന് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും. അപ്പോൾ നമ്മുടെ നിറം ചോദിക്കുന്നുണ്ട്, നിനക്കിതിൽ നിന്ന് എന്താണ് കിട്ടുന്നത്, നീ വെറും വീക്കാണ്, നിന്റെ ലോഡ് ഇല്ലെങ്കിൽ നീ വെറും വീക്കാണ്, പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ ഈ ദുർമന്ത്രവാദി പറയുന്നുണ്ട്, നിന്നോട് ആരാ പറഞ്ഞത് ഞാൻ ഏറ്റവും വലിയ റിച്ച് ആണ്, എനിക്ക് എൻ്റെ ലോഡ് അങ്ങനെയൊക്കെ തന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ നിറം പറയുന്നുണ്ട്, നീ ഇതൊന്നും വിചാരിക്കുന്ന പോലെയല്ല, ഈ സാധനം അത് അതിന്റെ പവർ കിട്ടി കഴിയുമ്പോൾ നിന്നെ ആയിരിക്കും ആദ്യം തട്ടി പുറത്തിടാൻ പോകുന്നത്. ഇവർക്ക് ആകെ അവർക്ക് പവർ കിട്ടാൻ വേണ്ടിയുള്ള ഒരു ടൂൾ മാത്രമാണ് നിങ്ങളെ പോലുള്ള ആൾക്കാർ എന്ന് പറയുന്നുണ്ട്. ബട്ട് നമ്മുടെ ദുർമന്ത്രവാദി ഒന്നും കേൾക്കുന്നില്ല. ആ ടൈമിൽ നമ്മുടെ നിറം പറയുന്നുണ്ട്, ഇനി ഒരിക്കലും നിന്നെ കൊണ്ട് എന്നെ എന്തായാലും പിടിച്ചു വെക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ദുർമന്ത്രവാദി പറയുന്നുണ്ട്, ഓക്കെ ഞാൻ വേണ്ട, എന്റെ ലോഡ് വാരിയർ വരും, വന്നു കഴിഞ്ഞിട്ട് പുള്ളിനെ ഞാൻ ഫ്രീ ആക്കും, ഇപ്പം പുള്ളി വന്നു കഴിഞ്ഞാൽ നിന്നെ പിടിച്ചോളും, നിനക്കൊരു പാഠം നിന്നെ പഠിപ്പിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇതിനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊരു രീതിയിൽ നമ്മുടെ നിറനും നമ്മുടെ മന്ത്രവാദിയും അവരുടെ കോൺവെർസേഷൻ നിർത്തി അവരവരുടെ സ്ഥലത്തേക്ക് എത്തുവാണ്. ആ നിറൻ അവൻ ഇരുന്ന സ്ഥലത്ത് നിന്ന് കണ്ണു തുറക്കുന്നുണ്ട്. എന്തൊക്കെയോ ചിന്തിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ച പോലെയുള്ള രീതിയിലാണ് നമ്മുടെ നിറം നിൽക്കുന്നത്. ഇപ്പുറത്താണെങ്കിൽ നമ്മുടെ ദുർമന്ത്രവാദി ആകെ ഒരു ടെൻഷനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. ഇപ്പുറത്താണ് നമ്മുടെ ദുർമന്ത്രവാദി അങ്ങനെ ലാസ്റ്റ് ഒരു സ്ഥലത്ത് അങ്ങ് കിടക്കുവാണ്. കിടന്നിട്ട് അങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ ഒരു സംഭവത്തിലേക്ക് പോവാണ്. അതായത് ഈ ദുർമന്ത്രവാദി അന്ന് ആ കൊലപാതകം നടന്ന കാട്ടിൽ നിൽക്കുവാണ്. ആൻഡ് ഇവൻ വേഗം കണ്ണ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഇവന്റെ ചുറ്റും ആൾക്കാരെല്ലാം മരിച്ചു കിടക്കുന്നു. ആൻഡ് ഇവർ ആ ഒരു പിടിച്ചു വെക്കാൻ നോക്കുന്ന ആ ഒരു സാധനമില്ലേ ലോഡ് വാരിയർ എന്ന് പറഞ്ഞിട്ടുള്ളത്, അതൊരു ഭീമാകാരനായ ഒരു രൂപമാണ്. ആ രൂപം ഇങ്ങനെ ഇവന്റെ മുമ്പിൽ നിന്നിട്ട് പറയുന്നു, നിനക്കൊരാവശ്യം വന്നപ്പോൾ ഞാൻ നിന്നെ സഹായിച്ചു, ഇനി ഇത് നിന്റെ ചുമതലയാണ് എന്നെ സഹായിക്കുക അല്ലെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്. ആൻഡ് പെട്ടെന്ന് നമ്മുടെ ദുർമന്ത്രവാദി ഉറക്കത്തിൽ നിന്ന് അങ്ങ് എഴുന്നേക്കുവാണ്. എഴുന്നേറ്റിട്ട് അവിടെ ഇതിനെ പുറത്തിറക്കാനുള്ള പെട്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുവാണ്. അതായത് കറക്റ്റ് സമയം വന്നു ഈ ശക്തിയെ പുറത്തേക്ക് കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ. അങ്ങനെ ഇവരെന്താണ് അവിടെ റിച്വൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇപ്പുറത്ത് നിറനും അവന്റെ ടീമും എന്താണ് ഇതിനെ പിടിക്കാനുള്ള റിച്വൽ അവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പുറത്ത് ഇതിന് ജീവൻ വെപ്പിക്കാനുള്ള റിച്വൽ സ്റ്റാർട്ട് ചെയ്യുവാണ് നമ്മുടെ ദുർമന്ത്രവാദി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാളെ ബലിയാട് പോലെ ആക്കിയിട്ട് ആ ആളെ ഈ ഒരു ലോഡ് വാരിയറിന്റെ ഡ്രസ്സ് എല്ലാം ഇടിയിപ്പിച്ചിട്ട് എന്തൊക്കെയോ മന്ത്രം ചൊല്ലുവാണ്. ആ ടൈമിൽ ശരിക്കും ലോഡ് വാരിയറുടെ ആത്മാവ് ഇതിനകത്തേക്ക് വരുവാണ്. അതായത് ആ വലിയ ശക്തി അതങ്ങ് വന്നിട്ട് ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇതിന്റെ കൺട്രോൾ അങ്ങ് പോവാണ്. ഇത് എഴുന്നേറ്റിട്ട് ചുറ്റുമുള്ള ആൾക്കാരെ എല്ലാം അങ്ങ് കുത്തിക്കൊല്ലുവാണ്. ഓൾസോ നമ്മുടെ ദുർമന്ത്രവാദിനെ പെറുക്കി എറിയുന്നുണ്ട്. നമ്മുടെ ദുർമന്ത്രവാദി ആണെങ്കിൽ ഓടി വന്നിട്ട് പറയുന്നുണ്ട്, മൈ ലോഡ് എന്താണ് നിങ്ങൾ കൺട്രോൾ ചെയ്യേ, ഇത് ജസ്റ്റ് ടെമ്പററി മാത്രമാണ്, നിറനെ കൊന്നതിന് ശേഷം മാത്രമേ നമുക്കിത് പെർമനന്റ് ആയിട്ട് നിൽക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് തന്നെ കയ്യിൽ എന്തോ ഒരു കുന്തം പോലത്തെ സാധനം ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് നേരെ നമ്മുടെ ദുർമന്ത്രവാദിനെ അങ്ങ് കുത്തുവാണ്. കുത്തിയ പാട് നമ്മുടെ ദുർമന്ത്രവാദി അവിടെ അങ്ങ് ബോധം കെട്ട് വീഴുവാണ്. ഈ ടൈം തന്നെ അപ്പുറത്താണെങ്കിൽ ചെറിയ റിച്വൽ നടക്കുന്നുണ്ടല്ലോ, അതിന്റെ കൂടെ തന്നെ നമ്മുടെ ദുർമന്ത്രവാദി പറയുകയും ചെയ്തായിരുന്നു ഇത് ടെമ്പററി ആയിരുന്നു എന്ന്. അപ്പം ഈ ഒരു ശരീരത്തിൽ നിന്നുള്ള കുറെ ആത്മാക്കളെല്ലാം അങ്ങ് പുറത്തു പോയിട്ട് ഈ സാധനം ആ ഒരു വലിയ രൂപവും അവിടെ തന്നെ അങ്ങ് വീഴുവാണ്. ദെൻ ഇപ്പുറത്താണെങ്കിൽ നമ്മുടെ നിറൻ നേരെ അടുത്ത് നമ്മളെ കാണിക്കുന്ന നമ്മുടെ നിറൻ നേരെ ഈ ഒരു സ്പോട്ടിൽ വന്ന് നിൽക്കുന്നതാണ്. ആ നിറം നോക്കുമ്പോൾ നമ്മുടെ ദുർമന്ത്രവാദി അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അങ്ങനെ ഓടി നമ്മുടെ ദുർമന്ത്രവാദിയുടെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നുണ്ട്, അതായത് ഒറിജിനൽ നിറനല്ല കേട്ടോ, ആത്മാവാണ്. ആൻഡ് അവിടെ ചെന്ന് ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയെന്ന്. അപ്പം നമ്മുടെ ദുർമന്ത്രവാദി നേരെ നിറന്റെ കൈയെടുത്ത് സ്വന്തം തലയിലേക്ക് ഇങ്ങനെ വെക്കുവാണ്. അപ്പം നിറൻ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് എല്ലാം അങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ദെൻ നമ്മുടെ നിറൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എന്തായാലും അത് മരിക്കും. അപ്പോൾ നമ്മുടെ ഈ ദുർമന്ത്രവാദി പറയുവാണ് എന്നെ ഗൈഡ് ചെയ്യുമെന്ന്. അതായത് എന്തായാലും ദുർമന്ത്രവാദി മരിക്കാൻ പോവാണ്, ഇനിയും ഇങ്ങനെ ദുഷ്ടശക്തികളുടെ ഇടയ്ക്കോട്ട് പോവാതെ കുറെ ദുഷ്കർമ്മങ്ങൾ ചെയ്തതാണല്ലോ, അവസാന സമയത്ത് നല്ലത് വന്നിട്ട് മരിക്കാൻ വേണ്ടി ഒന്ന് ഗൈഡ് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ നിറൻ ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് നിങ്ങളുടെ ആത്മാവ് നന്നായിട്ടിരിക്കട്ടെ, ഒരു ദുഷ്ടശക്തികളും നിങ്ങളെ ഇനി പിടിക്കാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ദുർമന്ത്രവാദി അവിടെ മരിക്കുവാണ്. ആ നിറനാണെങ്കിൽ ദുർമന്ത്രവാദിയുടെ കണ്ണടക്കം അടച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ നേരെ കട്ട് ചെയ്ത് നമ്മളെ കാണിക്കുന്നത് ആ ഒരു റിച്വൽ നടക്കുന്ന സ്പോട്ടിൽ, അതായത് ഇവര് ഫസ്റ്റ് റിച്വൽ നടത്തിയ സ്ഥലം ഉണ്ടല്ലോ ഒരു വലിയ കെട്ടിടത്തിന്റെ മുകളിൽ, അവിടെ നമ്മുടെ നിറൻ തിരിച്ചെത്തി ഇങ്ങനെ നിൽക്കുന്നതാണ്. നമ്മുടെ നിറനാണെങ്കിൽ ചെറിയൊരു സങ്കടമുണ്ട്, അതായത് ദുർമന്ത്രവാദി മരിച്ചതിൽ. ദെൻ
ഇപ്പൊ അവർ നിൽക്കുന്നത് ആ ഒരു റിച്വൽ നടക്കുന്ന സ്പോട്ടിലാണല്ലോ. അവരുടെ കൂടെയുള്ള ആൾക്കാരെല്ലാം ഈ റിച്വലിനെ പറ്റി ഓരോന്ന് പറയുന്നുണ്ട്. അതായത് രണ്ടാമത് സീൽ ചെയ്തിട്ട് ഒരിക്കലും ഇറങ്ങി പോകാത്ത രീതിയിൽ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ശരിയാവൂല. അങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ നിറനും പറയുന്നുണ്ട് അതെ ഇത് സീല് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞിട്ട് സീല് ചെയ്യാനുള്ള ഒരു ഭരണി പോലത്തെ സാധനം എടുത്ത് നമ്മുടെ നിറൻ അത് നിലത്ത് വെച്ച് അതിന് മുമ്പിൽ ഇങ്ങനെ മുട്ടുകുത്തി നിന്ന് ഈ ഒരു ശക്തി, ഇതാണെങ്കിൽ ഒരു റെഡ് കളർ ഒരു അയണല്ല, ഒരു മെറ്റലായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ അതിലേക്ക് നോക്കി നിൽക്കുന്ന നിറനെ കാണിച്ചുകൊണ്ട് ആ എപ്പിസോഡ് അവിടെ എൻഡ് ചെയ്യുവാണ്. സോ അടുത്ത എപ്പിസോഡായിട്ട് വേഗം വരാം. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് മസ്റ്റാണ്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.